നമസ്കാരം. പലപ്പോഴായി തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളകളിലും പ്രചരണം ചൂട് പിടിച്ചിരിക്കുന്ന വേളകളിലും ഫലം പുറത്തു വന്നതിന് ശേഷവുമൊക്കെ പലപ്പോഴും തത്വമൈ ന്യൂസ് പ്രേക്ഷകരുമായി കേരളത്തെ സംബന്ധിച്ച് പങ്കുവച്ച പ്രധാന ആശങ്കകളിലൊന്ന് ഈ ഭീകരവാദികൾ, അതായത് ജിഹാദികൾക്ക് അഴിഞ്ഞാടുവാനുള്ള ഒരു സംവിധാനം ഒരുക്കുവാനുള്ള ഭരണകൂടങ്ങളാണ് രണ്ട് മുന്നണികളിൽ ആര് വന്നാലും കേരളത്തിൽ ഒരുങ്ങുവാൻ പോകുന്നത്. LDF വന്നിരുന്നെങ്കിൽ SDPI പോലുള്ള ഭീകരവാദ സംഘടനകൾ, UDF വന്നാൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തോടുകൂടി നാട്ടിൽ അഴിഞ്ഞാടുന്ന ഭീകരവാദികൾ. ഇതൊക്കെയായിരുന്നു തത്വമൈ ന്യൂസ് പങ്കുവച്ച പ്രധാന ആശങ്കകളിലൊന്ന്. ആ ആശങ്കകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിഷുവിൻ്റെ സമയത്ത് നാം കണ്ടിരുന്നു. ഉണ്ണികൃഷ്ണനെ മന്തി തീറ്റിക്കുവാനും ഇറച്ചി തീറ്റിക്കുവാനുമുള്ള ജിഹാദികളുടെ ശ്രമം, അതും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ മകൻ പാർട്ട്ണറായിട്ടുള്ള, പങ്കാളിയായിട്ടുള്ള ഒരു മന്തി സ്ഥാപനം പുറത്തുവിട്ട ഒരു പരസ്യം. അത് സംബന്ധിച്ച് മാപ്പൊക്കെ പിന്നീട് വന്നെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ കാലമായതുകൊണ്ടാണ് ആ മാപ്പ് വന്നത്. ആ പരസ്യം ഉത്ഭവിച്ച പ്രദേശം ഏതായിരുന്നു എന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ? ഹ്രസ്വമായ ഓർമ്മ നമ്മളിൽ പലർക്കും ഉള്ളതുകൊണ്ട് ആണ് ആ ചോദ്യം ചോദിക്കുന്നത്. ചേർത്തലയായിരുന്നു. ഇന്നലെ ചേർത്തല പാണാവള്ളിയിൽ നിന്ന് മറ്റൊരു ജിഹാദി അഴിഞ്ഞാട്ടത്തിൻ്റെ കഥ കൂടി കേരളം അറിഞ്ഞു. പക്ഷേ ദൃശ്യമാധ്യമങ്ങളും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും പതിവ് പോലെ തന്നെ ആ വാർത്തയെ മുക്കി എന്ന് തന്നെ പറയണം. കാരണം ഗ്രാമ്യമായ ഭാഷയാണോ അല്ലെങ്കിൽ ഭാഷാശുദ്ധിയോ ഒന്നും അതിൽ നോക്കേണ്ട കാര്യമില്ല. അവരതിനെ മൂടി വയ്ക്കുവാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ചേർത്തല പാണാവള്ളിയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. 63 വയസ്സുള്ള വിജയൻ എന്ന വയോവൃദ്ധനെ തെങ്ങിൽ കെട്ടിയിട്ട്, ഉടുമുണ്ട് കൊണ്ട് കെട്ടിയിട്ട് ഏതാണ്ട് നഗ്നനാക്കി മർദ്ദിച്ച് എല്ലുകൾ ഒടിക്കുന്ന തരത്തിലുള്ള മർദ്ദനം നടത്തി ജിഹാദികൾ അഴിഞ്ഞാടുകയായിരുന്നു. അഴിഞ്ഞാടിയ ജിഹാദികളുടെ പേര് സത്താർ, ഭാര്യ സജന, 3 ആൺമക്കൾ, അതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ജിഹാദി. ഇത്തരത്തിലുള്ള ഒരു ജിഹാദി പ്രവർത്തനം എന്തുകൊണ്ട് നടന്നു? വിജയൻ എന്തെങ്കിലും അനാവശ്യം അവരോട് പ്രവർത്തിച്ചോ? ഇല്ല. ഈ സത്താറും കുടുംബവും അവരുടെ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്ന വിവരം ഒരു ഉത്തമ പൗരനെ പോലെ വിജയൻ നിയമ സംവിധാനങ്ങളെ അറിയിച്ചു. നിയമ സംവിധാനങ്ങൾ അവരെ പിടികൂടിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. അതിനുശേഷം വിജയനെ ആക്രമിക്കുവാനുള്ള ആ ഒരു അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. വിജയൻ്റെ വീട്ടിൽ വിജയൻ്റെ ബന്ധുക്കൾ ഏതൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയിരുന്ന വേളയിൽ ഇവർ വീട്ടിൽ അതിക്രമിച്ച് കയറി ആ പാവത്തെ കെട്ടിയിട്ട് മർദ്ദിച്ച് അത് വീഡിയോ എടുത്ത് അവർ തന്നെ പ്രചരിപ്പിച്ചതാണോ മറ്റേതെങ്കിലും തരത്തിലാണോ ഇത് പുറത്തു വന്നതെന്നറിയില്ല. ഇതുവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേർത്തല പാണാവള്ളിയിൽ സത്താർ, ഭാര്യ സജന, 3 ആൺമക്കൾ, അതിൽ ഒരു ജിഹാദിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശൗര്യ എന്നുള്ള സിനിമ എന്ന് എനിക്കറിയില്ല, ഹിന്ദി സിനിമ. അതിൽ അവസാനം KK മേനോൻ അവതരിപ്പിക്കുന്ന ബ്രിഗേഡിയർ പറയുന്നുണ്ട്, രുദ്രപ്രതാപ് സിംഗ്, ബച്ചേ നഹി ഹെ ആതങ്ക്വാദിക്ക് പില്ലേ ഹെ, അതായത് കുട്ടികളല്ല, ഭീകരവാദികളുടെ കുഞ്ഞുങ്ങളാണിവർ, ഭീകരവാദി കുഞ്ഞുങ്ങളാണിവർ എന്നുള്ളത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ ജിഹാദി അഴിഞ്ഞാട്ടം ഇപ്പോൾ കേരളത്തിൽ പാണാവള്ളിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ കേരളത്തിലെ പാണാവള്ളി ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള കൂടുതൽ വാർത്തകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം UDFലെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള തർക്കത്തെ സംബന്ധിച്ച് ലീഗ് മുന്നോട്ട് വന്ന അഭിപ്രായം പറഞ്ഞതിനെ എതിർത്തവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പല വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലീഗിനെ തൊട്ട് കളിച്ചാൽ 1921 കത്ത് ഞങ്ങൾ വീണ്ടും ഊരും, കളിക്കരുത് കേട്ടോ എന്ന് കുറേ തിന്നുമെഴുകി പോർക്കുകളെ പോലിരിക്കുന്ന കുറേ ഭീകരവാദികൾ ഭീഷണി മുഴക്കുന്നത്. കേരള സമൂഹത്തോടാണ് അവരുടെ ഭീഷണി. ഞങ്ങൾ അഴിഞ്ഞാടും, വഴിയിൽ കൂടി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ BJPയുടെ കൊടിയുമായി പോയവരെ ഉദുമയിൽ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്ന ലീഗിലെ ഭീകരവാദികളുടെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും ഭീകരവാദികൾക്ക് അഴിഞ്ഞാടുവാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ സമ്മതിദായകരായ ഞാനും നിങ്ങളുമെല്ലാം ചേർന്ന് ഒരുക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മുൻകൂറായിട്ടൊരു മുന്നറിയിപ്പ് ഞങ്ങൾ തന്നിരുന്നു, പക്ഷേ അത് ഫലം കണ്ടില്ല. പക്ഷേ അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പലപ്പോഴും നമ്മുടെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി തള്ളിക്കളയാറുണ്ട്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ അതുതന്നെയാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പ്രകൃതി. പല ഭാഗത്തും, വടക്കോട്ട് പല ഭാഗത്തും അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. തെക്കിൽ പല സംസ്ഥാനങ്ങളിലും, അത് ആന്ധ്രയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും കുറേയൊക്കെ മാറിയിട്ടുണ്ട്. കേരളവും തമിഴ്നാടും ഇന്നും മാറിയിട്ടില്ല. അടിസ്ഥാനപരമായിട്ടും മതേതരത്വം എന്നുള്ള ഒരു മുഖം മൂടി അണിഞ്ഞ് ഞങ്ങൾക്കിതിലൊന്നും ഇടപെടാൻ വയ്യ, ഇതെന്തായാലും ഞങ്ങളെ ബാധിക്കുന്ന, നേരിട്ട് വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ എന്ന് കരുതി ഒഴിഞ്ഞു മാറി ഈ നൈമിഷികമായിട്ടുള്ള
സുഖങ്ങളിൽ അഭിരമിച്ച് കഴിയുന്ന ഒരു സമുദായമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമാണ് ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന കേരള സമൂഹം പ്രത്യേകിച്ച്. തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ ഏതാണ്ട്. പക്ഷേ തമിഴൻ്റെ കാര്യത്തിലൊരു കുറച്ച് വ്യത്യാസമുണ്ട്. ഈ സാംസ്കാരിക പൈതൃകം എന്നുള്ളൊരു പ്രാധാന്യം അവൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. അതിനവർ നൽകുന്ന ഒരു പ്രാധാന്യവും ബഹുമാനവും ഉള്ളതിനാൽ തന്നെ തമിഴൻ കേരളീയ സമൂഹത്തെക്കാളും ഉണർന്നെഴുന്നേൽക്കുവാൻ ഒരല്പം എളുപ്പമാണ്. ഒരല്പം കൂടി. അത്രയും ഒരുപാട് എളുപ്പമൊന്നുമില്ല. കാരണം കേരള സമൂഹത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തമിഴൻ്റെ ഉണർന്നെഴുന്നേൽപ്പും ഉയർത്തെഴുന്നേൽപ്പും ഒരല്പം എളുപ്പമാണ്. പക്ഷേ കേരള സമൂഹത്തെ സംബന്ധിച്ച് ഒരു മയക്കുമരുന്നിന് അടിമകളായവർ എങ്ങനെ ഒരു ഈ ബോധത്തിനും അബോധത്തിനും ഇടയിൽ കിടക്കുന്നു, ആ ഒരു രീതിയിലാണ് കേരളത്തിലെ സമൂഹം, അത് പ്രത്യേകിച്ചെന്നല്ല ഹൈന്ദവ സമൂഹം ഇപ്പോൾ കിടക്കുന്നത്. പൂർണ്ണമായ മയക്കവുമല്ല, എന്നാൽ പൂർണ്ണമായ തെളിമയുമില്ല. അതിനിടയിലുള്ള എവിടെയോ ഏതോ ഒരു തലത്തിൽ ക്രൈസ്തവ സമൂഹവും കുറേയൊക്കെ അങ്ങോട്ടേക്ക് തന്നെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജിഹാദികളുടെ അഴിഞ്ഞാട്ടം വ്യക്തമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് അവർ നടത്തുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു ബൗദ്ധിക തലവും ബൗദ്ധികമായിട്ടുള്ള സംരക്ഷണവും രാഷ്ട്രീയമായ സംരക്ഷണവും ഒരുക്കുക എന്നുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതവാദ സംഘടനകളുടെ ഒരു ലക്ഷ്യങ്ങളിൽ പല ലക്ഷ്യങ്ങളുണ്ട് അവർക്ക്. ആ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനുവേണ്ടി അവർ അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളെ സുലഭമായി ഉപയോഗിക്കുക മാത്രമല്ല, ഈ ഇത്തരം സംഭവങ്ങളെ വെള്ളപൂശുവാനും അതിനെ മറ്റൊരു വീക്ഷണകോണിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും ശ്രമിക്കുവാൻ മാത്രമല്ല അവർ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഇതേ സംവിധാനങ്ങളുടെ മറ്റൊരു ശാഖ ഉപയോഗിച്ച് മറ്റ് ദൃശ്യമാധ്യമങ്ങളായാലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളായാലും അവരെ കൊണ്ട് ഈ വാർത്ത കഴിയാവുന്നത്ര മറച്ചു പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയോ ചെയ്യുവാനും ജമാഅത്തെ ഇസ്ലാമി പോലുള്ളൊരു സംഘടനയ്ക്ക് ഇന്ന് ശക്തിയുണ്ട്. ഈ പ്രാധാന്യം കുറയ്ക്കുക എന്ന് പറയുന്ന പ്ലേ ഡൗൺ ചെയ്യുക എന്ന് പറയും. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ അകത്തെ ഒരു ചെറിയ കോളം വാർത്ത എന്ന് പത്രത്തെ സംബന്ധിച്ച് പറയില്ലേ, ആ രീതിയിൽ ഈ വാർത്തയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നടക്കുവാൻ പോകുന്ന. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പുറത്ത് വന്നെന്ന് തന്നെ ഇരിക്കില്ല. കാരണം എന്തെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും ഇതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, അപ്പോൾ നേരെ എന്തെങ്കിലും ശ്രദ്ധ തിരിക്കുന്ന വിനോദമുള്ള എന്തെങ്കിലും ഒരു വാർത്താ സമൂഹത്തിലേക്ക് അവർ ഇട്ടുതരും. വി.ഡി. സതീശൻ ആഞ്ഞടിച്ചു, വി.ഡി. സതീശൻ രാജിവെക്കാൻ പോകുന്നു, രമേശ് ചെന്നിത്തല ഞെട്ടി, സോണിയാഗാന്ധി ഓടി, രാഹുൽ ഗാന്ധി കരഞ്ഞു, രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളെ നിർത്തി വിറപ്പിച്ചു, പിന്നെ ബോറടിച്ചപ്പോൾ കിടത്തിപ്പൊരിച്ചു അല്ലെങ്കിൽ കിടത്തി വറുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പുറത്തു വരും. അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള രീതിയിൽ വേടനെ ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചു, അല്ലെങ്കിൽ സണ്ണി കവിക്കാടിനെ ആരെങ്കിലും കൊഞ്ഞണം കുത്തി തുടങ്ങിയ വാർത്ത കൊണ്ടുവന്ന് അത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായി വരും. ഇതിനെ വാർത്തകളുടെ ഒരു പ്രവാഹത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പെരുമഴയിൽ മുക്കിക്കളയും. അതാണ് നടക്കുവാൻ പോകുന്നത്. അത്രയുമൊന്നും അവർക്ക് ശ്രമിക്കേണ്ടി വരില്ല, നമ്മുടെ ഒരു പ്രകൃതി കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യം കാരണം. കാരണം നമ്മളിത് മറക്കുമല്ലോ, ശ്രദ്ധിക്കുക പോലുമില്ല. അടി കിട്ടിയോ, കഷ്ടമായിപ്പോയി. എന്നാലും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ നേരിട്ട് കയറി അങ്ങ് ഇടപെട്ടൂടെ? രാജ്നാഥ് സിംഗിന് നേരെ ഇവിടെ ഒരു പട്ടാളത്തിൻ്റെ ഒരു ബറ്റാലിയനെ ഇങ്ങോട്ട് രാഷ്ട്രീയ റൈഫിൾസിനെ ഇങ്ങോട്ട് ഇറക്കിക്കൂടെ, അല്ലെങ്കിൽ പാരാ ഫോഴ്സസിനെ ഇറക്കിക്കൂടെ എന്നൊക്കെ ചാരികസേരയിൽ കടന്ന് ചോദിച്ച് ഞാനും നിങ്ങളും ഈ ദിവസവും മറ്റേത് ദിവസവും പോലെ തന്നെ കടന്നു പോകും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, കാണുക. ഡൽഹിയിലൊരു വലിയ ഭീകരാക്രമണ ശ്രമത്തെ ഡൽഹി പോലീസ് പൊളിച്ചടുക്കിയത്. ആ ഭീകരാക്രമണത്തിൽ അല്ലെങ്കിൽ അതിന് പദ്ധതിയിട്ടിരുന്ന 9 ഭീകരവാദികൾ പിടിയിലാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവർ വെറുതെ ഇവിടെ ഭീകരാക്രമണത്തിന് വന്നതല്ല. പ്രാദേശികമായി അവർക്ക് ചെലവും കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവർക്ക് പിന്തുണ നൽകുവാനുള്ള ഒരു സമൂഹം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ചേർത്തല പാണാവള്ളിയിലും ഒരുപക്ഷെ അത്തരത്തിൽ ഉള്ള മനോഭാവം സൂക്ഷിക്കുന്നവർ ഉണ്ടാകാം. നിങ്ങളുടെ അയൽക്കാരാകാം അവർ. നിങ്ങളുടെ അയൽക്കാരനായ സത്താറോ സജീനയോ അവരുടെ 3 മക്കളോ, അതിലൊരു ജിഹാദി പ്രായപൂർത്തിയാകാത്തവൻ. അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കൃത്യമായിട്ട് ഇത് ഞാനും നിങ്ങളുമൊക്കെ ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ജിഹാദികളുടെ സഹവാസം അല്ലെങ്കിൽ അയൽവാസം നമുക്കൊക്കെ ഭാഗ്യമായി ലഭിച്ചിട്ടുണ്ടാകാം. ആ ഭാഗ്യം ജോസഫൈൻ പറഞ്ഞതുപോലെ അനുഭവിക്കുക, അത്രേ വിധിയുള്ളൂ. കാരണം ഇതിനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത് ഒരു ഭരണകൂടത്തെ അധികാരത്തിലെത്തിക്കുവാനായി മത്സരിച്ചത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമ്മതിദായകരായ കഴുതകൾ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ജോസഫൈൻ പറഞ്ഞതുപോലെ അനുഭവിക്കുക.
വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.